ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പൂരപ്പുഴ ഭാഗത്താണ്. ഇവിടെയുള്ള നാട്ടുകാർ ഒരു പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിക്കുന്നത് ഇവിടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാന പാത ഏകദേശം ഈ അടുത്താണ് ഈ ഒരു സംസ്ഥാന പാതയുടെ നിർമ്മാണം പൂർത്തിയായത്. അപ്പോൾ മഴക്കാലം അടുക്കുമ്പോൾ ഈ ഒരു സംസ്ഥാന പാതയോട് ചേർന്ന ഭാഗം തകരുന്നൊരു സാഹചര്യമുണ്ടെന്നാണ് ഈ ഒരു നാട്ടുകാർ ആരോപിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ തകർച്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ വെള്ളം ഒലിച്ചു വന്നുവരെ ഈ റോഡ് പൂർണ്ണമായും തകരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടി ഇവർ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഒരു ഘട്ടത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. നിരവധി ദിനംപ്രതി 1000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണിത്. എന്തായാലും പരാതി കൊടുത്ത നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ ഒരു പരാതി കാരണം? ഈ പരാതി 3-4 പ്രാവശ്യം നമ്മൾ അധികൃതർക്ക് പരാതി പെട്ടിട്ടുണ്ട്. അതിനായിട്ടുള്ള ഒരു മറുപടി ഇവരാരും ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യും. അത് ഈ സൈഡ് ഇടിഞ്ഞിട്ട് അങ്ങോട്ട് മറിയാനുള്ള സാധ്യതയുണ്ട്. അധികൃതരോട് ഞങ്ങൾ 3-4 പ്രാവശ്യം സംഭവം ചെന്ന് പറഞ്ഞിട്ട് ഇവരതിനൊരു മറുപടി തരണില്ല. അപകടം സംഭവിക്കുന്നതിന്റെ മുൻപ് ഒരു മുൻകരുതൽ എന്നാണോ നിങ്ങൾ പരാതി കൊടുത്തത്? പറഞ്ഞു, ഞങ്ങൾ അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഇത് അപകടം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മേലോട്ട് കൈ ഉയർത്തിയിട്ട് കാര്യമില്ല. അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ 3-4 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷെ അതിന് ഒരു മറുപടി ഞങ്ങൾക്ക് തരണില്ല. ഞങ്ങൾക്ക് അതിന് എന്താണ് സംഭവിക്കുന്നതിന് മുന്നിലേ നമ്മളിത് പറയാൻ. അതായത് ദിനംപ്രതി 1000-ലധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല ഒരു അപകടം ഉണ്ടാകരുത് എന്ന അതിന്റെ ഭാഗമായി കൊടുത്ത പരാതിയാണ്. പക്ഷെ അധികാരികൾ നോക്കുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓൾറെഡി ടെൻഡർ കരാറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഊരാളുങ്ങളാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാ കംപ്ലീഷനും കഴിഞ്ഞ് ഇവരെ ഏൽപ്പിച്ച സംഭവമാണിത്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കണ്ടെത്തിയെന്ന് പറഞ്ഞവർ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ എയുമായി സംസാരിച്ചു, അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞത് ഓൾറെഡി ഇതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവരിത് കംപ്ലീഷൻ കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണത്. അപ്പോൾ ഇനിയുള്ള സംഭവം അവരെ കൊണ്ട് പ്രഷർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതുള്ളൂ. പക്ഷേ ഇത് എപ്പോൾ തീരുമാനമാവുന്ന അവർക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇത് എന്ന് വേണമെങ്കിൽ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടാവാം. കാരണം ഈ അവസ്ഥ കണ്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടുത്ത മഴയോട് കൂടി ഈ മണ്ണ് ഒരു ഒലിച്ചാണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് തകരും. പുതിയ റോഡാണത്. അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ള വലിയ വണ്ടികൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. ലോഡ് വണ്ടിയാണ് തീർച്ചയായിട്ടും. ഇവിടെ ഒരുപാട് ലോഡ് വണ്ടികൾ നിർത്തുന്ന സ്ഥലമാണ്. ഈ പ്രദേശം നോക്കിയാൽ അറിയാൻ പറ്റും. ഒരുപാട് ലോറികൾ നിർത്തുന്ന സ്ഥലമാണ്. ഒന്ന് സൈഡാക്കാരും പലരും പല ഭാഗത്ത് നിന്ന് വരുന്നതാണ്, നാട്ടുകാരല്ല. അപ്പോൾ ഈ ഒന്ന് സൈഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതിനെ അപകടം വരുന്നതിന് മുമ്പേ നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നത്. അതുതന്നെയാണ് പുതുതായി നിർമ്മാണം പൂർത്തിയായ സംസ്ഥാന പാതയാണ്. ദിനംപ്രതി ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖലയിൽ ഇങ്ങനെ റോഡ് തകരുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് നാട്ടുകാർ ഇത്തരമൊരു പരാതി നൽകിയിരിക്കുന്നത്. അധികൃതരുടെ ഒരു അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.